സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട്. സത്യം പറയാലോ, ഈ വീഡിയോ ഈ ആഴ്ച ഇടണമെന്ന് പോലും സംശയിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. കഴിഞ്ഞ വീഡിയോയുടെ ഇടയിൽ ഒരു സഹോദരി കമൻറ്റ് കൂടി ചെയ്തു, അച്ഛൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് അതിൻ്റെ രഹസ്യം എന്താണെന്നൊക്കെ ചോദിച്ച് അതൊക്കെ വായിച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഒരു അബദ്ധം സംഭവിക്കുന്നത്. അങ്ങനെ അബദ്ധം സംഭവിച്ചത് കൊണ്ട് ഇന്ന് ഈ ഒരു കോലത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുക. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ള സക്രിയ സച്ചിൻ ഇങ്ങനെയല്ല, ഇത് ഞങ്ങളുടെ സക്രിയ സച്ചിൻ അല്ല എന്നൊന്നും കമൻറ്റ് ഇട്ടേക്കരുത്. ഇത് ആ പഴയ ആൾ തന്നെയാണ്. താടിയും മീശയൊക്കെ ഒന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. കാരണം എന്തായാലും ഈ ഒരു അബദ്ധം സംഭവിച്ചു പോയി. ഇനി ഇത് വെച്ചുകൊണ്ട് കുറച്ച് നാൾ നടക്കുക എന്നല്ലാതെ മറ്റൊന്നും നടക്കുകയില്ല. അപ്പോൾ കുറച്ച് കാലം ഈ ഒരു ഫേസിലായിരിക്കും നിങ്ങളെ കാണുക. അപ്പോൾ ഇത് എനിക്ക് ചെറിയ ട്രിമ്മർ വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്ന സമയത്തായിട്ടോ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുന്നത്. അവസാനം ഒരു തരത്തിലും എനിക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. മുഴുവൻ ക്ലീൻ ഷേവ് ചെയ്യേണ്ട. പക്ഷേ മനസ്സുകൊണ്ട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം കഴിഞ്ഞ 4 വർഷം ആയിട്ട് ഞാൻ ഒരിക്കലും ഇതുപോലെ ഷേവ് ചെയ്തിട്ടില്ല. 4 വർഷമായിട്ട് എപ്പോഴും എന്നെ ആളുകൾ കണ്ടിട്ടുള്ളത് ഈ ഒരു താടിയുമായിട്ടാണ്. അപ്പോൾ ഇതില്ലാതെ എങ്ങനെയായിരിക്കും മറ്റുള്ളവർ കാണുമ്പോൾ പ്രതികരിക്കുക, മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുമോ, ഇത് എനിക്ക് യോജിച്ചതാണോ, അങ്ങനെ ഒത്തിരിയേറെ ഒരു അപകർഷതാബോധം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു അവസ്ഥയിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസമൊന്നും അധികം പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. ബ്രദേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുന്നൊക്കെ കൊടുത്തു. വ്യത്യാസം കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ ബ്രദേഴ്സൊക്കെ ഇങ്ങനെ വീഴ്ച നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞായറാഴ്ച ദിവസം എനിക്ക് കാരിസ്വാനിൽ ഓൺലൈൻ കുർബാനയുണ്ട്. അതിന് പോകണോ വേണ്ടയോ എന്നുള്ളൊരു സംശയം. കാരണം ഞാൻ അവിടുത്തെ ഇൻചാർജ് അച്ഛനോട് കൂടി ചോദിക്കുകയും ചെയ്തു, വേറെ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ അവർ കൊണ്ടുവരണം, കാരണം ഈ ഒരു അവസ്ഥയിൽ എനിക്ക് വരാൻ ചമ്മലാണ് എന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ തന്നെയാണ് കുർബാനയെല്ലാം പോയത്. കുർബാന കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് കാണാനൊക്കെ വന്നിട്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതിലൂടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുക. ചിലപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടി മാറ്റുന്ന കർത്താവ് അത് ഒരു നല്ല വഴിക്ക് തിരികെ വിടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അപകർഷതാബോധം വെച്ച് പുലർത്താതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. കാരണം അത് നമ്മളെ ശരിക്കും ഡൗൺ ആക്കി കളയും. 2 ദിവസം ഞാൻ അനുഭവിച്ചതാണത്. കാരണം ഇത് ശരിയാണോ, എല്ലാവരും കാണുന്ന എല്ലാവരോടും ഇതെങ്ങനെയുണ്ട്, ഓക്കെ ആണോ, വലിയ മോശമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ അതിനെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഒരു പക്ഷേ നമുക്ക് ആ അപകർഷതാബോധത്തിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും. എന്നെ കണ്ട പല അച്ഛന്മാരും പറഞ്ഞു, ഇപ്പോൾ കുറച്ചുകൂടി ഗ്രേസ് ഒക്കെ തോന്നുന്നുണ്ട്, കുറച്ചുകൂടി പ്രകാശമുണ്ട്, അച്ഛനും പറ്റിയതാണ് ഇതും മോശമൊന്നും അല്ല. ഇപ്പോൾ പഴയ സക്രിയ സച്ചിൻ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം കാരിസ്വാനിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് താടിയൊന്നും ഇല്ലായിരുന്നു. അവിടെ വന്ന 1 വർഷത്തിന് ശേഷമാണ് ഞാൻ താടി വെച്ച് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു വന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞ് എൻകറേജ് ചെയ്ത അച്ഛന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്തിനാ നമ്മുടെ ശിഷ്യന്മാരും അവരുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോഴെല്ലാം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയം എന്ന് പറയുന്നത് യേശു എത്രയും പെട്ടെന്നൊരു രാജ്യം കെട്ടിപ്പടുക്കും, അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പ്രധാന സ്ഥാനം ലഭിക്കും. അപ്പോൾ ഒരു ഈ ലോകത്തിൻ്റെതായ ഒരു രാജ്യത്തെക്കുറിച്ചാണ് അവർ സ്വപ്നം കണ്ടത്. അത് പ്രതീക്ഷിച്ചാണ് അതിൽ ലഭിക്കാൻ പോകുന്ന സ്ഥാനമാനങ്ങളെക്കുറിച്ച് സ്വപ്നം കൊണ്ടാണ് പലപ്പോഴും യേശുവിനെ പിന്തുടരുന്നത്. പക്ഷേ അവസാനം ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ശിഷ്യന്മാർ തിരിച്ചറിയുന്നത് ഞങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു ലൈഫല്ല ഞങ്ങളെ കാത്തിരിക്കുന്നത്. ഈശോ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചെല്ലാം ഈ പ്രവചനങ്ങളൊക്കെ പറയുമ്പോൾ ഇതെന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് എന്നാണ് അവർ കൂടുതൽ ചിന്തിച്ചത്. കാരണം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് അവിടെ ഈശോ പുതിയൊരു കാര്യം അവതരിപ്പിക്കുകയാണ്. അത് അവർക്ക് ആദ്യമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വെറുതെ 2-3 വർഷം വേസ്റ്റ് ചെയ്തല്ലോ എന്ന് ചിന്തിച്ചവർ കൊണ്ടാകാം ശിഷ്യന്മാരിൽ. പക്ഷേ പിന്നീട് അവർ ജീവിതത്തിൽ ഞങ്ങളെ വിളിച്ചവൻ വെറുതെ വിളിച്ചതല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് വരികയും അത് മനസ്സിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തപ്പോഴാണ് അവരുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടായി മാറും. ഇപ്പോൾ എൻ്റെ ഈ മീശ പോയതിനെക്കുറിച്ചോ താടി പോയതിനെക്കുറിച്ചൊന്നും ആ ഒരു രീതി ചിന്തിക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതുപോലെ പല കാര്യങ്ങളിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നമ്മെ തളർത്താൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് നമുക്ക് മറികടക്കാൻ കുറച്ചുകൂടി ഒരുപക്ഷെ യേശു ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഞാൻ കുറച്ചുകൂടി ഒന്ന് അപകർഷതാബോധത്തിൽ നിന്നൊക്കെ പുറത്ത് കിടക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനുവേണ്ടി തന്ന ഒരു പരീക്ഷണമായിരിക്കും ഇത്. കാരണം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇതുപോലെയൊന്നും സംഭവിക്കുമ്പോൾ നമ്മൾ ഡൗണായി പോകുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഈശോ തന്ന ഒരു സംഭവമായിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുക. ആദ്യമൊക്കെ എനിക്ക് പുറത്തു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, എങ്ങനെയായിരിക്കും ആൾക്കാർ എടുക്കുക എന്നുള്ളൊരു ചിന്ത. പക്ഷേ ഇത് എൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തപ്പോൾ അവിടെ മാറ്റങ്ങൾ സംഭവിച്ചു. എനിക്ക് വളരെ ഫ്രീ ആയിട്ട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിച്ചു. അതല്ല എപ്പോഴും ബാങ്കിലൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന ആൾക്കാർ എന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക, അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അവർ ഏത് രീതിയിൽ എടുത്താലും ഞാനല്ലാതാവുന്നില്ല. എൻ്റെ രൂപം
ഭാവവും അല്ല അവർ ശ്രദ്ധിക്കുക. ഞാനെന്ന വ്യക്തി ഒരു വൈദികനാണ്, ഇന്ന ഒരു സ്ഥാപനത്തിലെ വ്യക്തിയാണ്, അതുമാത്രം അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ ആ വരുന്ന അച്ഛന് താടിയുണ്ടോ മീശയുണ്ടോ എന്നൊന്നും അവർ നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് ആ വൈദികൻ ആ സ്ഥാപനത്തിലൊരു അധികാരികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, അതുമാത്രമാണ് അവരെ സംബന്ധിച്ച്. അതുപോലെ തന്നെയാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അവൻ്റെ മീശയോ താടിയോ ഒന്നുമല്ല, മറിച്ച് അവൻ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്, ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവനാണ്. ആ ഒരു ബോധ്യമാണ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ചിന്തയും ഞാൻ ക്രിസ്തുവിൻ്റേതാണ്, ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്രിസ്തുരാജൻ്റെ തിരുനാളൊക്കെ കൊണ്ടാടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. ആരാധനക്രമ ഉത്സവത്തിലെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച തന്നെ ഈശോ രാജാവാണെന്ന് ആ ഒരു സത്യം നമ്മൾ വിളിച്ചു പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ ഇത്രയും കാലം ഈശോ എൻ്റെ രാജാവായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള അവസരം കൂടിയൊക്കെയാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളായിരിക്കുന്നത് ക്രിസ്തുവിലാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ്. അവിടെ നമ്മുടെ രൂപത്തിനും ഭാവത്തിനും യാതൊരു വിലയുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് കർത്താവ് ഏറ്റെടുക്കുക. ഏത് രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും നീ ചെയ്യുന്ന പ്രവൃത്തി കർത്താവിന് വേണ്ടിയുള്ളതാണെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം ലഭിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മറ്റു കാര്യങ്ങളെ അവഗണിക്കുക, ഈ ലോകത്തിൻ്റെ പുറകെ പോകാതെ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു കൊച്ചു സംഭവം ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാകും എന്ന പ്രതീക്ഷയോടെ നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.